കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ 2021 മോഡൽ വാഗണാറാണ്. വണ്ടിയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് 10,000 കിലോമീറ്റർ 10,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വണ്ടിയാണ്. തേർഡ് സർവീസ് ഇപ്പോൾ കഴിഞ്ഞ് ഇറക്കിയേക്കുന്ന വണ്ടിയാണ്. ആ വണ്ടി ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള വണ്ടിയാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ വണ്ടിനെ കുറിച്ച് വേറെ എടുത്ത് പറയുകയാണെങ്കിൽ VXI എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നേക്കണം. അതുകൂടാതെ തന്നെ സിംഗിൾ ഓൺഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. ഇൻറ്റീരിയേഴ്സൊക്കെ നല്ല വൃത്തി തന്നെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഫ്രഷ് വാഗണാറും അതേപോലെ ഈ ഒരു കാറ്റഗറിയിലുള്ള വാഹനങ്ങൾ എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പൈസ ലാഭിക്കാവുന്ന ഒരു കേസും കൂടിയാണ് ഈ ഒരു വാഗണാറിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ഫുള്ള് കണ്ടേക്കാം. ഇന്ത്യസ് എക്സ്റ്റേഴ്സ് എഞ്ചിൻ ഭാഗമെല്ലാം കാണാം. പിന്നെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് സബ്സ്ക്രൈബർ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബർ ഡിസ്കൗണ്ട് ചോദിച്ചാൽ മാത്രമേ സംഭവം കിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനം ഒന്ന് ഫുള്ള് കണ്ടേക്കാം. അതിനുശേഷം നമുക്കിനി റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വാഗണാറിനെ പരിചയപ്പെട്ടേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഫ്രഷ് പീസ് വണ്ടിയാണ്. വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് എന്ന വണ്ടിയാണ്. VXI ആണ്. അതുകൂടാതെ തന്നെ 2021 ഇതിൻ്റെ മോഡൽ വന്നേക്കണേ. പിന്നെ സിംഗിൾ ഓണറാണ്. അപ്പോൾ പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ടയറൊക്കെ നമുക്ക് നമ്മൾ ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ വണ്ടി ഇറക്കണം ആ രീതിയിൽ തന്നെ ടയർ എപ്പോഴും കിടക്കണം. കാരണം ജസ്റ്റ് 10,000 വണ്ടി ഓടിയിട്ടുള്ളൂ. കേട്ടോ, ഇതിൻ്റെ ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്കാണ് നമ്മൾ പോണത്. വണ്ടിയുടെ ബോഡി ക്വാളിറ്റിയാണ് ശ്രദ്ധിക്കുന്നത്. കേട്ടോ, ഷോറൂമിൽ കിടക്കുന്ന വണ്ടി പോലെ തന്നെ ഇരിക്കണ്ട. ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് അറിയാലോ, ജസ്റ്റ് 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, സൂപ്പറല്ലേ. അതേപോലെ വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് പോയേക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. അതേപോലെ നമുക്കിനി വീലാർസിലേക്കും എയർ കണ്ടീഷനിലേക്ക് ഒന്ന് പോയേക്കാം. വീലാർസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു വീലാർസ് നമുക്കിവിടെ കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇവിടെ ബോണ്ട് നോക്കാം. ബോണ്ടായാലും നല്ല നീറ്റായിരിക്കുന്ന ബോണ്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വിൻഷീൽഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കാണാം. അതേപോലെ ലാമ്പ് നോക്കാം. ലാമ്പ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. ഫോഗ് ലാമ്പിൻ്റെ ഗ്യാപ്പ് ഉണ്ട്, പക്ഷേ ഫോഗ് ലാമ്പ് നിലവിലില്ല. ബമ്പേഴ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെയും ലാമ്പ് നീറ്റായിട്ട് ഇരിക്കുന്നു. ഫോഗ് ലാമ്പിൻ്റെ ഗ്യാപ്പ് നമുക്ക് ഇവിടെയും കാണാം. വീലാർസ് നോക്കുമ്പോൾ ഫൈബറിൽ ചെറിയ സ്ക്രാച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. വേറെ കംപ്ലൈൻറ്റ് നമുക്കിവിടെ കിട്ടാനില്ല. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. രണ്ട് ഡോറിലേക്കും വരാം. ഡോറായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. സൈഡ് പോർഷൻ ആയാലും നല്ല നീറ്റായിരിക്കും. സൈഡ് പോർഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ഇവിടെ വിൻഷീൽഡൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ ലിഡായാലും നല്ല നീറ്റായിരിക്കുന്ന ഒരു ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലാമ്പൊക്കെ നല്ല നീറ്റായിരിക്കുന്ന ലാമ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ വീലാർസ് നോക്കാം. രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറായാലും നല്ല നീറ്റായിരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡോർ നോക്കുമ്പോഴത്തേക്ക് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഡോർ പാഡ്സ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡാഷ്ബോർഡ് നോക്കാം. ഡാഷ്ബോർഡ് നല്ല നീറ്റായിട്ട് ഡാഷ്ബോർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ സിസ്റ്റം കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്താ പറയുക, ഗിയർ നോബ് മാനുവൽ ട്രാൻസ്മിഷനാണ്. എയർ ബാഗ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കിട്ടുന്നുണ്ട്. 10,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതേപോലെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റിയറിലെ സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. റൂഫ് നോക്കാം. റൂഫൊക്കെ നല്ല ഫ്രഷ് വണ്ടിയുടെ ലുക്കാണ് നമുക്ക് റൂഫിൽ കിട്ടുന്നത്. ഓക്കെ, പിന്നെന്താ അതെ ഇവിടെയൊക്കെ ക്വാളിറ്റി നമുക്ക് ഇടാം. കാര്യമായിട്ടൊന്നും നമുക്കിവിടെ എടുത്തു പറയാനില്ല, കാരണം എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. പയ്യെ നമുക്കിനി പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് സീറ്റ്സൊക്കെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് കഴിക്കുന്ന സീറ്റ്സ് കാണാൻ പറ്റും. ഇഷ്ടംപോലെ ലെഗ് റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പാസഞ്ചറൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. അതാ ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബോണറ്റും നപ്പ് ചെയ്യാം. അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ലിഡും നപ്പ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. എഞ്ചിൻ റൂം എന്ന് പറഞ്ഞാൽ വളരെ നീറ്റായിട്ടിരിക്കുന്ന ഒരു എഞ്ചിൻ നമുക്കിവിടെ കാണാം. പുത്തൻ എഞ്ചിൻ എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എഞ്ചിൻ നിൽക്കുന്നത്. ഓക്കെ, ഒരു ലീക്കേജ് പോലും നമുക്ക് ലീക്കേജ് പോയിട്ടൊരു പൊടി പോലും കാണാനില്ല. പേസ്റ്റിങ്ങൊക്കെ നോക്കാം. അതേപോലെ ഇവിടെയും നോക്കാം. ബാറ്ററിയൊക്കെ നോക്കാം. ഇവിടെയും പേസ്റ്റിങ് നോക്കാം. കേട്ടോ, നീറ്റായിട്ടിരിക്കുന്ന ഇൻറ്റീരിയർ പോർഷനല്ലേ. ഇനി നമുക്ക് ലിഡിലേക്ക് നോക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ നോക്കാം. ഓക്കെ, ഇനി നമുക്കടുത്ത് പോകേണ്ടത് ഇതിൻ്റെ ബൂട്ടിലേക്കാണ്. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ഫസ്റ്റ് തന്നെ പാസർ ട്രേയിലേക്ക് പോകാം. പാസർ ട്രേ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്.
ബൂട്ടായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബൂട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ലിഡൊന്ന് അപ്പ് ചെയ്യാം. ഫ്രഷ് ടയേഴ്സ് കണ്ടോ, റോഡ് തൊട്ടിട്ടില്ല, അങ്ങനത്തെ ടയേഴ്സാണ്. സ്പെയർ വീൽ റൂമായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സ്പെയർ വീൽ റൂമും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിവിടെ നമ്മുടെ ഈ ഒരു എഡ്ജസ്റ്റിലേക്ക് നോക്കി എന്തെങ്കിലും പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്കിവിടെ നോക്കാം. കണ്ടോ, അതേപോലെ ലിഡിലേക്ക് പോവാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഫ്രഷ് ലുക്ക് വാഗണാർ അല്ലെങ്കിൽ 2021 മോഡൽ വാഗണാറിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2021 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. പിന്നെ ജസ്റ്റ് തേർഡ് സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള വണ്ടി. പിന്നെ 10,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന VXi വാഹനമാണ് ഈ ഒരു വാഗണാർ. അപ്പോൾ നമുക്ക് റേറ്റിലേക്ക് കടന്നേക്കാവുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഡേ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി ഈ ഒരു വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ് വന്നേക്കാകുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബർ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വാഹനം വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വിളിക്കുമ്പോൾ സബ്സ്ക്രൈബർ ഡിസ്കൗണ്ടും കാര്യങ്ങൾ ചോദിച്ചേക്കാം. അത് വാങ്ങിക്കുന്ന സമയത്ത് ചോദിക്കാം, ജസ്റ്റ് എൻക്വയറിക്ക് വിളിക്കാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 5,60,000 രൂപ ആസ്കിംഗ് പ്രൈസ്. അത് നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ വിളിക്കേണ്ട സമയത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഗണാറിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.